വേടന്റെ കവിതയും പാട്ടും. അതിനെക്കുറിച്ച് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ആദ്യ പ്രതികരണം പുറത്തു വന്നു. കാരണം പലരും സാമൂഹിക മാധ്യമങ്ങളിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെയും വേടനെയും താരതമ്യം ചെയ്ത് പല അഭിപ്രായങ്ങളും പറഞ്ഞ സ്ഥിതിക്ക് ചുള്ളിക്കാട് എന്ത് പറയുന്നു എന്നുള്ളത് ആൾക്കാരിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ തൻ്റെ ഒരു സുഹൃത്തിന് ഫേസ്ബുക്കിൽ അയച്ചു കൊടുത്ത ഒരു പോസ്റ്റർ, അത് എഴുത്തുകാരനും നിരൂപകനുമായ ഡോക്ടർ എ.കെ. വാസുവിന് ചുള്ളിക്കാട് അയച്ച ഒരു പോസ്റ്റർ ഡോക്ടർ എ.കെ. വാസു പങ്കുവച്ചു. അതിൽ പറയുന്നത്, പോസ്റ്ററിൽ പറയുന്നത്, അതിൻ്റെ സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട്, 1000 കവികൾക്ക് അരവേടൻ. ബാലചന്ദ്രൻ ചുള്ളിക്കാട് എ.കെ. വാസുവിന് അയച്ച പോസ്റ്ററാണ്. 1000 കവികൾക്ക് അരവേടൻ. അതിലെല്ലാം ഉണ്ട്. അപ്പൊ വേടനെ ഒരു അതുല്യ കവിയായിട്ട് ചുള്ളിക്കാട് അംഗീകരിച്ചു. മറ്റുള്ളവർ അംഗീകരിക്കുകയില്ല എന്നുള്ളതല്ല ഇനിയത്തെ വിഷയം. ചുള്ളിക്കാടിൻ്റെ ആദരവ്, അംഗീകാരം വേടന് കിട്ടി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വേടന്റെ പാട്ടിൽ കവിതയുണ്ട് എന്നുള്ളതാണ്. ഞാൻ പാണനല്ല, പുലയനല്ല, പറയനല്ല, നീ തമ്പുരാനുമല്ല, ആണെങ്കിൽ ഒരു മൈരുമില്ല. അതിലെ മൈരെടുത്തിട്ട് വേടൻ മുഴുവൻ അശ്ലീലമാണ്, വേടൻ കവിതകൾ മുഴുവൻ അശ്ലീലമാണെന്ന് പ്രചരിപ്പിച്ചവർക്കുള്ള ചുട്ട മറുപടിയാണ് ചുള്ളിക്കാടിൻ്റെ ഈ പോസ്റ്റർ. 1000 കവികൾക്ക് അരവേടൻ. ജുബയും ഇട്ട് തോളിൽ സഞ്ചിയും തൂക്കി നടന്നാൽ കവിയാകില്ല, കവി എന്ന് പറഞ്ഞാൽ വേറൊന്നാണ് എന്നുള്ളതിൻ്റെ പ്രഖ്യാപനം കൂടിയാണ് ചുള്ളിക്കാടിൻ്റെ ഈ പോസ്റ്റർ. ഇനി അശ്ലീലത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യ മന്ത്രിസഭ, EMS മന്ത്രിസഭയിൽ, കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹം പാഠ്യപദ്ധതിയിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എൻ്റെ ഉപ്പാപ്പോർക്കൊരു ആനുണ്ടാർന്നു എന്ന് പറയുന്ന നോവൽ നോൺ ഡീറ്റെയിൽഡ് ആയിട്ട് ഉപപാഠ പുസ്തകമായിട്ട് സിലബസിൽ പെടുത്തിയപ്പോൾ ഉണ്ടായ കോലാഹലം നമ്മൾ ഓർത്തിരിക്കണം. മർക്കേസ് പറഞ്ഞതുപോലെ വീണ്ടും പറയുന്നു, ഓർക്കുന്നതും ഓർത്തെടുക്കുന്നതുമാണ് ജീവിതം. മിലാൻ കുന്ദേര പറഞ്ഞത് വീണ്ടും പറയുന്നു, രാഷ്ട്രീയ ജീവിതം ഓർമ്മപ്പെടുത്തലുകളുടേതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെയും പറയുന്നു, ഈ 2 വിഖ്യാത എഴുത്തുകാരുടെ കോട്ടെടുത്തുകൊണ്ട് പറയുന്നു, എൻ്റെ ഉപ്പാപ്പോർക്കൊരു ആനുണ്ടാർന്നു എന്ന് പറയുന്നത് പാഠ്യപദ്ധതിയിൽ ജോസഫ് മുണ്ടശ്ശേരി ഉൾപ്പെടുത്തിയപ്പോൾ അന്ന് ഇവിടുത്തെ വലിയ സവർണ സാഹിത്യ മേധാവികൾ കോലാഹലമുണ്ടാക്കി. അവർ പറഞ്ഞ കാരണം എന്തായിരുന്നു? അതിൽ അശ്ലീലമുണ്ട്. ബഷീറിന്റെ പല കൃതികളിലും അശ്ലീലമുണ്ട്, ഇതിലും അശ്ലീലമുണ്ട്. അശ്ലീലമുള്ള ഒരു കൃതി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ പാടില്ല. അതുവരെ ഈ ബ്രാഹ്മണിസം, ഈ സവർണ സാഹിത്യ മേധാവികൾ അതുവരെ വാഴ്ത്തിക്കൊണ്ടിരുന്ന വിശുദ്ധ കൃതികൾ ഏതൊക്കെയായിരുന്നു? മണിപ്രവാള സാഹിത്യം. എന്താ മണിപ്രവാള സാഹിത്യം? ഇവിടുത്തെ നമ്പൂതിരിമാര് സ്ത്രീകളെ കുറിച്ച് എഴുതിയ അശ്ലീലം, പൊതിഞ്ഞ തെറി, പൊതിഞ്ഞ ലൈംഗിക വൈകൃത ഭാഷ, സ്ത്രീ വർണ്ണന, അതല്ലേ മണിപ്രവാള സാഹിത്യം. മണിപ്രവാള സാഹിത്യത്തെ, അതായത് പിന്നെ വൈശിക തന്ത്രം, എങ്ങനെ പെണ്ണിനെ വളയ്ക്കണം, എങ്ങനെ ഒതുക്കണം, മെരുക്കണം, വൈശിക തന്ത്രം, ചന്ദ്രോത്സവം, ഉണ്ണിയാടി ചരിതം തുടങ്ങി തെറിയിൽ പൊതിഞ്ഞ സാഹിത്യം എഴുതിയത്, അതിനെ വലിയ വിശുദ്ധ സാഹിത്യമായിട്ട് പ്രഖ്യാപിച്ച് കൊണ്ട് നടന്ന ഇവിടുത്തെ ബ്രാഹ്മണിസം, ഇവിടുത്തെ നമ്പൂതിരി വർഗം, ജോസഫ് മുണ്ടശ്ശേരി ബഷീറിന്റെ കൃതിയെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയപ്പോൾ ഇവിടെ കോലാഹലം ഉണ്ടാക്കി. ഇനി അതുപോട്ടെ, ഇവിടെ എടുത്താടിയ സാഹിത്യ രചനകളിൽ എത്രയോ അശ്ലീലം വേറെയുണ്ട്. ഈ വേടന്റെ ഒരു വാക്കിനേക്കാൾ എത്രയോ മ്ലേച്ഛമായ പദങ്ങൾ എത്രയോ കൃതികളിൽ വന്നിരിക്കുന്നു. അതിനെയൊക്കെ ഉത്തമ സാഹിത്യമായിട്ട് ഉത്തമരെല്ലാം ഇവിടെ വാഴ്ത്തിയിട്ടുണ്ടല്ലോ. അന്തപുരത്തിലെ അല്ലെങ്കിൽ ബ്രാഹ്മണ കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് പോലും കവിത എഴുതാനോ കഥ എഴുതാനോ സ്വാതന്ത്ര്യമില്ലായിരുന്നു. അവർ ഒളിച്ചും പാത്തുമാണ് കൃതികൾ എഴുതിയത്, രചനകൾ ചെയ്തത്. കവിതയായാലും കഥയായാലും നോവലായാലും.
ലളിതാംബിക അന്തർജനം ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. എന്തുകൊണ്ട് വി.ടി. ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് പ്രസ്ഥാനം നടത്തി? അടുക്കളയിലെ പുകച്ചുരുളുകളിൽ ജീവിതം ഹോമിച്ച പ്രായമായ നമ്പൂതിരിമാര് കൊച്ചു പെണ്ണുങ്ങളെ വേളികെട്ടി, നമ്പൂതിരി പെണ്ണുങ്ങളെ വേളികെട്ടി, അവര് മരിച്ചപ്പോൾ അനാഥയായ ചെറുപ്പക്കാരി യുവതികളായ പിന്നെ നമ്പൂതിരി പെണ്ണുങ്ങൾ അന്തർജനങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നതാണല്ലോ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. വിധവാ വിവാഹം, പ്രായമായ നമ്പൂതിരി വിവാഹം കഴിച്ച് അദ്ദേഹം പെട്ടെന്ന് മരിക്കുന്നു, നമ്പൂതിരി വയോധികൻ. ചെറുപ്പക്കാരി നവയൗവനം തുളുമ്പുന്ന അന്തർജനങ്ങള്, നമ്പൂതിരി സ്ത്രീകള്, ജീവിതം ഹോമിച്ചവരെ അവർക്ക് പുനർവിവാഹം, വിവാഹം കൊണ്ടുവന്നത് ഇവിടുത്തെ വിപ്ലവമല്ലായിരുന്നോ? ഇവിടുത്തെ ഒരു പാരമ്പര്യം പറയുന്നു, കേരളത്തിന്റെ മഹത്തായ ബ്രാഹ്മണ്യത്തെ പറ്റി സംസാരിക്കുന്നു, പലരും വന്നിരുന്നു. വേറെ ഒന്നുകൂടി പറയാം, അശ്ലീലത്തിന്റെ മറ്റൊരു രൂപം. ഈ മുന്നോക്ക സമുദായങ്ങളിലെ സ്ത്രീകൾക്ക് സാഹിത്യരചനയ്ക്ക് സ്വാതന്ത്ര്യമില്ല. അതിന്റെ തെളിവാണ് അശ്ലീലം കലർന്ന ഒരു വലിയ ചരിത്രം ഇല്ലാത്തത്. ചുരുക്കി ഇത് പറയാം, പെണ്ണ് കവിത എഴുതിയാൽ മോശം, അതിനെ കളിയാക്കിയിട്ട് അന്നൊരു ഒരു ഒരു വലിയ ബ്രാഹ്മണിസത്തിന്റെ ഒരു വക്താവ് കവി പറഞ്ഞതാണ്. എന്താണ്? കവനമണി കവയ്ക്കട്ടെ കാണട്ടെ വൃത്തം. എങ്ങനെയുണ്ട്? അശ്ലീലമാണ്, ദ്വയാർത്ഥ പ്രയോഗമാണ്. കവനമണി കവയ്ക്കട്ടെ, കവനമണി പറഞ്ഞ സ്ത്രീ, കവിത എഴുതുന്ന കവിയിത്രി. കവനമണി കവയ്ക്കട്ടെ, അതിന് വേറൊന്നെന്താ? കവിക്കെന്ന് പറഞ്ഞാൽ കാലകത്തുക എന്നർത്ഥമുണ്ട്. കാണട്ടെ വൃത്തം, നീ കാലകത്തും നിന്റെ വൃത്തം ഒന്ന് കാണട്ടെ. കവിതയിൽ വൃത്തം ഉണ്ടാവും. അത് പിന്നെ ഗ്രാമർ, കവിതയിലെ വൃത്തം പറഞ്ഞാൽ മലയാള ഗ്രാമറാണ്, മലയാള വ്യാകരണം. അതിന് ചുട്ട മറുപടി ഈ അന്തർജനം കൊടുത്തു. ചുട്ട മറുപടി, അല്ലെ ഈ പറയുന്ന മുന്നോക്ക ജാതിയിലെ സ്ത്രീകളുടെ പ്രതീകമായിട്ട് കൊടുത്ത മറുപടി എന്താണ്? കവച്ചടാ ഞാൻ, മതിയോ നിനക്കടാ. ഞാൻ കവച്ചടാ, കവച്ച പറഞ്ഞാൽ കവനം നടത്തി, ഞാൻ കവിത എഴുതി എന്ന് നല്ല അർത്ഥം. ഞാൻ കവച്ചടാ, ഞാൻ കാലകത്തി എന്നുള്ളതിന്റെ മറ്റേ മറുപടി. ഞാൻ കവച്ചടാ, കവിത എഴുതിയടാ, അല്ല ഞാൻ കാല് കവച്ചടാ. എന്തായാലും ആർക്കാര്യം അത് പിരിച്ചു പറഞ്ഞാലേ എങ്ങനെയാവും? നീ നക്കട എന്നാവും. ഞാൻ കവച്ചട, നീ നക്കട എന്നുള്ള ചുട്ട മറുപടി അശ്ലീലത്തിൽ കൂടെ തന്നെ കൊടുത്ത ചരിത്രമാണ്. അശ്ലീലം പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെയൊക്കെയാണ് ഇത്രയും ചർച്ചകൾ നടന്ന മലയാള സാഹിത്യ ലോകത്താണ്, മണിപ്രവാള ചരിത്രം പറയുന്നിടത്താണ് ബഷീറിന്റെ നോവൽ അശ്ലീലമായതുകൊണ്ട് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അത്രേ. എന്താ കഥ? ഇപ്പൊ മനസ്സിലായല്ലോ കാര്യങ്ങളുടെ പോക്ക്. ഇതൊക്കെ ഈ പഴയ പാണ്ടക്കെട്ട് വലിച്ചിടാൻ നമ്മളെ ഒന്നും അനുവദിക്കരുത് ദേവിയത്. ഇവിടുത്തെ ബ്രാഹ്മണ്യം, ഇവിടുത്തെ സവർണ സംസ്കാരം പേറുന്നവര് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നാറുന്ന കഥകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മിണ്ടാണ്ടിരിക്കുക, ഉത്തമന്മാർക്ക് നല്ലത് മൗനം, വിദ്വാനുഭൂഷണം. ഇനി പുതിയ തലമുറയിലെ എഴുത്തുകാർ, സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെയാണ് പല പുതിയ കവിതകളും രചനകളും നോവലുകളും കഥകളും ഒക്കെ വരുന്നത്. ഒരു സമാന്തര സാഹിത്യം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നു, ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും. അവിടെ എഡിറ്റർമാരില്ല, കത്രിക പൂട്ടിടാൻ ആരുമില്ല, കത്രികയിൽ എഡിറ്റ് ചെയ്യാൻ ആരുമില്ല. ഓരോരുത്തരും സ്വന്തം ആവിഷ്കാരം നടത്തുന്നു. അങ്ങനെ ഒരു വലിയൊരു സംഘം, വേടൻ മാത്രമല്ല, വലിയൊരു സംഘം മലയാള സാഹിത്യത്തിൽ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. ഒത്തിരി പേരുകളുണ്ട്, എല്ലാം ഇവിടെ പറയുന്നില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളിന്റെ പേര് ഞാൻ പറയാം, വി.കെ. ഷാഹിന എന്ന എഴുത്തുകാരി. അവര് ഒട്ടേറെ രചനകൾ നടത്തിയിട്ടുണ്ട്. അവരെഴുതിയ പ്ലാവിലക്കഞ്ഞി എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. കഥയുണ്ട്. കവിതയും കഥയും ഉണ്ട്, രണ്ട് സ്വഭാവത്തിലും അവർ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിൽ പ്ലാവിലക്കഞ്ഞിയില് അവർ പറയുന്നത്, രമയുടെ വീടു ചുമരിൽ നിറയെ ദൈവങ്ങളുടെ പടം. ഒരു ഹിന്ദു പെൺകുട്ടി സുഹൃത്ത്, രമയുടെ വീട്ടുചുമരിൽ നിറയെ ദൈവങ്ങളുടെ പടം. വില്ല് കുലയ്ക്കുന്ന രാമൻ, തേരു തെളിക്കുന്ന കൃഷ്ണൻ, മരതകമല ഏന്തുന്ന ഹനുമാൻ, താമരപ്പൂവിലെ സരസ്വതി, നാണയങ്ങൾ ചൊരിയുന്ന ലക്ഷ്മി, പാമ്പിൻ പുറത്തേറി വിഷ്ണു, ഇവയ്ക്കിടയിൽ നരച്ച മഞ്ഞ പുതപ്പ് ചുറ്റി ഗുരുദേവനും ശ്രീനാരായണ ഗുരു. അതാണ് ശ്രദ്ധേയം. ഈ ദൈവങ്ങളുടെ ചിത്രങ്ങൾക്കെല്ലാം ഇടയിൽ രമയുടെ വീട്ടിൽ നരച്ച മഞ്ഞ പുതപ്പ് ചുറ്റി ഗുരുദേവനും. അപ്പൊ ഗുരുദേവന്റെ ചിത്രം അതിൻ്റെ ഇടയിൽ, ഇത്രയും ദൈവങ്ങളുടെ ഇടയിൽ വെക്കണമെങ്കിൽ ഒരു ഈഴവ കുടുംബമായിരിക്കണമല്ലോ രമയുടെ കുടുംബം. പക്ഷെ
ഇത്രയും തിളങ്ങുന്ന ദൈവചിത്രങ്ങളുടെ ഇടയിലിരിക്കുന്ന നാരായണ ഗുരുദേവന്റെ ചിത്രത്തിന് നരച്ച മഞ്ഞപ്പുതപ്പ് മാത്രമേ ഉള്ളൂ. അതിലൊരു രാഷ്ട്രീയമുണ്ട്. ഹിന്ദു സമൂഹത്തിലെ പിന്നാക്കക്കാരെ തന്നെ മുന്നോക്കക്കാര്, സവർണ മേധാവികൾ എങ്ങനെ കാണുന്നു എന്നതിന്റെ നേർചിത്രമാണ് ഈ കവിത. ഈ കവിതയിലെ വരികൾ, വേടൻ എഴുതിയ വരികൾ പോലെ സമാനമായത്. അപ്പോ അവർക്ക് തോന്നി, ഈ ഷാഹിനയിലെ കവയിത്രിക്ക് തോന്നി, എഴുത്തുകാരിക്ക് തോന്നി, ഒറ്റ ദൈവം പോലും ഇല്ലാത്ത, ദൈവചിത്രം പോലും ഇല്ലാത്ത എൻ്റെ വീടിനെ ഞാൻ വെറുത്തു. രമയുടെ വീട്ടിൽ നിറയെ ദൈവങ്ങൾ, നരച്ച മഞ്ഞ പുതപ്പ് ചുറ്റി ഗുരുദേവനും, ബാക്കിയെല്ലാം കളർഫുൾ. ഒറ്റ ദൈവചിത്രം പോലും ഇല്ലാത്ത എൻ്റെ വീടിനെ ഞാൻ വെറുത്തു. ചുമരിൽ കരിക്കട്ട കൊണ്ട് വില്ല് കുലയ്ക്കുന്ന രാമനെ വരച്ചു. ഒരു കൊച്ചു പെൺകുട്ടി ചെയ്തതാണ്. ഇതിലെല്ലാം ഓരോ രാഷ്ട്രീയമുണ്ട്, എഴുത്തിന്റെ രാഷ്ട്രീയമുണ്ട്. വേടൻ പറയുന്നത് പോലെ, എഴുതുന്നത് പോലെ. ഇനി എസ് ഹരീഷ് വളരെ ശ്രദ്ധേയനായ ഒട്ടേറെ അവാർഡുകൾ, ജ്ഞാനപീഠമല്ല, ദേശീയ JCB ബുക്ക് പ്രൈസ് ഉൾപ്പെടെ വയലാർ അവാർഡ് ഉൾപ്പെടെ നേടിയ എസ് ഹരീഷ് എഴുതിയ നോവൽ അറിയാമല്ലോ. മാതൃഭൂമി പതിപ്പിലെ മീശ നോവൽ വിവാദം 3-4 ലക്കമായപ്പോൾ അത് നിർത്തിപ്പോയതും മാതൃഭൂമിയിലുണ്ടായ വിവാദങ്ങളും ഒക്കെ നമുക്കറിയാമല്ലോ. എസ് ഹരീഷിന്റെ മീശ. അതേ എസ് ഹരീഷ് എഴുതിയ മോദസ്ഥിതനായ അങ്ങ് വസിപ്പൂ മല പോലെ എന്ന ചെറുകഥ, ടൈറ്റിൽ, അതായത് ഒരു നായരീഴവ കല്യാണ്. അപ്പൊ ഈഴവ കുടുംബത്തിൽ എപ്പോഴും ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു പടം അവിടെ കാണുമല്ലോ, ഫോട്ടോ. നായർ കുടുംബത്തിൽ നിന്ന് പ്രേമിച്ചൊരു കല്യാണം നടക്കുന്നു, നായരീഴവ കല്യാണം. അപ്പൊ ഈഴവ കുടുംബത്തിലെ കാർന്നോര് പറയുകയാണ്, ആ ഗുരുദേവന്റെ ചിത്രം അവിടെ നിന്ന് അങ്ങ് മാറ്റി പുറകിൽ എവിടെങ്കിലും കൊണ്ടുവെക്കുക. നായർ കുടുംബമല്ലേ വരുന്നത്, അവർ കണ്ടാതൊരു മോശമല്ലേ. ഈഴവന്റെ സ്വയം വിചാരമാണ്, അപകർഷതാബോധം. അതാണ് ഈ കഥയിൽ എസ് ഹരീഷിന്റെ ബോധസ്ഥിതനായ അങ്ങ് വസിപ്പും മല പോലെ എന്ന കഥയിലെ പ്രമേയം. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ തന്നെ അച്ചടിച്ചു വന്ന കഥയാണ്. ആ ആഴ്ചപ്പതിപ്പിൽ തന്നെ ആ ആഴ്ചയിൽ തന്നെ ഞാൻ ആ കഥ വായിച്ചയാളാണ്. അന്ന് മുതൽ നമ്മുടെ മനസ്സിനെ ഇത് ഹോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇത് പറയാനുള്ള അവസരം ഇതാണ്. മോദസ്ഥിതനായ അങ്ങ് വസിപ്പ് മല പോലെ എന്ന് പറയുന്ന നാരായണ ഗുരുവിനെ കുറിച്ച് കുമാരനാശാൻ ശിഷ്യനായ കുമാരനാശാൻ എഴുതിയ പ്രകീർത്തിക്കുന്ന കവിതയല്ലേ, പാട്ടാണ്. നാരായണമൂർത്തി എന്ന പാട്ടാണ്. അതിലെ വരികളാണ് മോദസ്ഥിതനായ അങ്ങ് വസിപ്പു മല പോലെ ഗുരുവിനെ കുറിച്ച് പറയുന്നത്. ആ ഗുരുവിനെയാണ് എടുത്ത് പിന്നാമ്പറത്ത് കൊണ്ടിട്ടിട്ട് ഒരു നായരീഴവ കല്യാണം നടത്തുന്നത്. അപ്പൊ ജാതി ഇവിടെ ഉണ്ട് എന്ന് വീണ്ടും വീണ്ടും ഉറപ്പിക്കുകയാണ് സമകാലീന സാഹിത്യം. അത് എസ് ഹരീഷ് എഴുതുന്ന കൃതികളായാലും രചനയായാലും VK ഷാഹിന സോഷ്യൽ മീഡിയയിൽ എഴുതുന്നതായാലും വേടൻ എഴുതി പാടുന്നതായാലും ഇതിലെല്ലാം ഈ ജാതിയുടെ വിഷയം എന്തുകൊണ്ട് കടന്നു വരുന്നു? ഞങ്ങൾ വെറുതെ പറയുന്നതാണോ ലെഫ്റ്റ് റൈറ്റ് വോയിസ്? അല്ല, ജാതി ഇവിടെ ഉണ്ട് എന്നാണ് ഇതെല്ലാം വെളിപ്പെടുത്തുന്നത്. അപ്പൊ ഇതൊക്കെ ഇപ്പോ പറയുന്ന വിയർപ്പു തുന്നിയ കുപ്പായം. വിയർപ്പു തുന്നിയ കുപ്പായം എന്താണ്? അതിൽ നിറങ്ങൾ മങ്ങുന്നു. ആ വരികൾ വേടന്റെ വരികൾ, അത് പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം. വിയർപ്പ് തുന്നിയ കുപ്പായം, അതില് നിറങ്ങളില്ല, നിറങ്ങൾ മാഞ്ഞു പോകും. എന്താണ്? വിയർപ്പിന്റെ കുപ്പായമാണ്. അധ്വാനം, മനുഷ്യന്റെ അധ്വാനം. ആ വിയർപ്പ് മണികൾ വീണ് 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 കുപ്പായത്തിന്റെ നിറം മങ്ങും, അതിന് നിറമില്ലാതാകും. അതുപോലെ അപ്പൊ മഞ്ഞുമൽ ബോയ്സില് വേടൻ എഴുതി പാടിയ പാട്ട് ഭൂമി ഞാൻ വാഴുന്നിടം പോലെയുള്ള ഒരു പാട്ട്. ആ പാട്ടില് പിച്ച വെച്ചതെല്ലാം പെരിയാറിൻ മടിത്തട്ട്, കപ്പലൊച്ചയല്ലോ താരാട്ടുപാട്ട്, അഴുക്കിൽ പിറന്നവരാണടാ അഴിമുഖങ്ങൾ നീന്തുന്ന ആളടാ. മഞ്ഞുമൽ ബോയ്സിലെ ആ ഗാനം പെരിയാറിനെ കുറിച്ച് പാടുന്നു. പെരിയാറിനെ കുറിച്ച് ഏറ്റവും പാടിയിട്ടുള്ളത് വയലാർ രാമവർമ്മയാണ്. പെരിയാറിന്റെ മഹിമ, സൗന്ദര്യം, മലിനപ്പെടാത്ത മലീമസമാകാത്ത പെരിയാറിനെ കുറിച്ച് പാടിയ എത്രയോ പാട്ടുകൾ, വയലാറിന്റെ പാട്ടുകൾ നമ്മളുടെ ഓർമ്മയിൽ കടന്നു വരും. ആ പെരിയാറ് മലിനമായതിനെ കുറിച്ച്, ആ പെരിയാറിന്റെ തീരത്തെ മലിന ജീവിതത്തെ കുറിച്ചാണ് വേടൻ പാടുന്നത് ഇപ്പോൾ ആധുനിക യുഗത്തില്. മഞ്ഞുമൽ ബോയ്സിലെ ഈ മഞ്ഞുമൽ ബോയ്സ് മഞ്ഞുമലയുടെയാണ്, ആലുവയാണ്. ആലുവയിലെ ഒരു സ്ഥലമാണ് മഞ്ഞുമൽ. കേരളത്തിന്റെ ഒരു കാലത്ത് വ്യവസായ തലസ്ഥാനമായിരുന്ന ആലുവ. അവിടെ സ്ഥാപനങ്ങൾ, ഫാക്ടറികൾ വന്ന് അവിടെ പെരിയാർ മലീമസമായത്. അന്നത്തെ വയലാർ കണ്ട പെരിയാറല്ല ഇന്നത്തെ പെരിയാർ. അതിനെക്കുറിച്ചാണ് വേടൻ പാടുന്നത്. അപ്പോഴാണ് ഈ പാട്ടുകൾ ഇവിടെ പറയേണ്ടി വരുന്നത്.
അഴുക്കിൽ പിറന്നവരാണടാ. ഏതഴുക്കില്? അതുപോലെ അഴിമുഖങ്ങൾ നീന്തുന്ന ആളടാ. ഇനി അവിടെ ഇന്നത്തെ പെരിയാറ് എന്താണ്? ഇപ്പൊ വിയർപ്പ് തുന്നിട്ട കുപ്പായം പോലെ തന്നെ അതിൽ നിറങ്ങളൊന്നുമില്ല കട്ടായം. അത് കവിതയല്ലേ? ഭൂമിഞ്ഞാൻ വാഴുന്നിടത്തിലെ വരികളാണ്. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങളൊന്നുമില്ല കട്ടായം, കിനാവ് കൊണ്ട് കെട്ടും കൊട്ടാരം. പിന്നെ പെരിയാറിന് അരുമകളല്ലേ, കാൽത്തൊടും മണ്ണെല്ലാം മലിനമല്ലേ, അടയാളങ്ങൾ ഉടച്ചവരല്ലേ, ശ്വസിച്ചതെല്ലാം പുകപടലമല്ലേ. പെരിയാറിന്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് പറയുന്ന കവിത കൂടിയാണ് ഈ വേടന്റെ കവിത. അതുകൊണ്ട് ശ്രീലവും അശ്ലീലവും ഉള്ള ചർച്ച ഇനിയും തുടരും. ഓരോന്ന് കൊണ്ടുവരട്ട്, അതിന് തക്കതായ മറുപടി നമുക്ക് കൊടുക്കാൻ കഴിയും. ഇവിടെ ജാതിയുണ്ടെന്നും ഇവിടെ എല്ലാവരും നടമാടുന്നുണ്ടെന്നും നമുക്ക് പറയേണ്ടി വരും. അതാണ് വേടന്റെ പ്രസക്തി. അതുകൊണ്ടാണ് വേടനെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് 1000 കവികൾക്ക് അരവേടൻ എന്ന് വിശേഷിപ്പിച്ചത്.